നമ്മളെല്ലാം ഈ ഒരു വ്യാജ നിർമ്മിതികളുടെ ഒരു കാലത്ത് കലയുടെ പേരിലും കലയുടെ ചില ലേബലിൽ ചില വ്യാജ നിർമ്മിതികളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും അത്തരം വ്യാജ നിർമ്മിതികളിലൂടെ ഒരു സാംസ്കാരിക വിഷം കൂടി മലയാളി തീണ്ടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ചില പരിപാടികളുടെ കാര്യത്തിലാണ്. അത്തരം പരിപാടികളുടെ പ്രമേയത്തെക്കുറിച്ചാണ് എനിക്കുള്ള വിയോജിപ്പ്. അവിടെ ആ മേഖലയിൽ അത്തരം കണ്ടൻറ്റുകൾ ഒരു പുതിയൊരു നവീകരണത്തിന്, ഒരു ശുദ്ധീകരണത്തിന് വിധേയമാകേണ്ടിയിരിക്കുന്നു എന്നാണ് അഭിപ്രായപ്പെടാനുള്ളത്. ഞാനിടയ്ക്ക് പറഞ്ഞത് ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ചില സാഹിത്യകൃതികളുമൊക്കെ എൻഡോസൾഫാനെ പോലെ മാരകമാണ് സമൂഹത്തിനെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ. അതിനകത്ത് ചില സിനിമകളും ഉൾപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് വർത്തമാനകാലത്ത് വരുന്ന ചില സിനിമകളെക്കുറിച്ചൊക്കെ വല്ലാത്ത ഒരു ആശങ്കയുള്ള ഒരാളാണ് ഞാൻ. പല സിനിമകളും നമ്മൾ മനുഷ്യനിലെ ഹിംസാത്മകതകളെ മുഴുവൻ ഉണർത്തുന്ന, മനുഷ്യനുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന വന്യതയെയും മൃഗീയ വാസനകളെയും ഉണർത്തുന്ന, കൊലപാതകങ്ങളൊക്കെ വല്ലാത്ത ക്രൂര വിനോദങ്ങളായി ആഘോഷിക്കുന്ന സിനിമകൾ, സമകാലീന സിനിമകളെക്കുറിച്ച് ചിലതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതൊക്കെ ഒരു അപകടകരമായ രീതിയിൽ പോവുകയാണ്. പക്ഷേ ഇവിടെ നമുക്ക് സെൻസറിങ് സംവിധാനമുണ്ട് എന്നുള്ളതാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ആശ്വാസകരമായ ഒരു കാര്യം. ഇതിനെയൊക്കെ നിരീക്ഷിക്കാൻ, കൃത്യമായി വിലയിരുത്തലുകൾ നടത്താൻ, അതിൻ്റെ മേൽ ചില നിയന്ത്രണങ്ങൾ വരുത്താൻ, ചില തിരുത്തലുകൾ നിർദ്ദേശിക്കാൻ ഒക്കെയുള്ള സംവിധാനങ്ങൾ ഉള്ളപ്പോൾ, സെൻസറിങ് സംവിധാനങ്ങൾ ഉള്ളപ്പോൾ തന്നെ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ക്രൂരതയുടെയും പൈശാചികതയും ഒക്കെ ബീഭത്സമായ ദൃശ്യങ്ങളൊക്കെ അതിൻ്റെ പുതിയ പുതിയ ആവിഷ്കരണ രീതികൾ പരീക്ഷിക്കുന്നതിൽ കൗതുകം കണ്ടെത്തുന്ന പുതിയ ചലച്ചിത്ര പ്രവർത്തകരെക്കുറിച്ചും കൂടിയൊക്കെയാണ് ഞാൻ പറയുന്നത്. അതെങ്ങനെയാണ് ഈ സംവിധാനങ്ങളെ, സെൻസറിങ് സംവിധാനങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഇത്തരം ചില കലയുടെ പേരിൽ വരുന്ന സൃഷ്ടികൾ എങ്ങനെയാണ് പ്രദർശനാനുമതി നേടിയെടുക്കുന്നത് എന്നത് തന്നെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാണ്. അവിടെ അങ്ങനെ ഒരു സംവിധാനമുണ്ട് എന്നുള്ളതാണ് ആശ്വാസമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ടെലിവിഷൻ കാര്യത്തിൽ അത്തരം സെൻസറിങ് സംവിധാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിൽ അത് സൃഷ്ടിക്കുന്നവർ തികഞ്ഞ ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട്, തികഞ്ഞ ഔചിത്യം പാലിക്കേണ്ടതുണ്ട്. സിനിമ അത് തിയേറ്ററുകളെ ഉദ്ദേശിച്ചുകൊണ്ട് ആണ് എന്നുള്ളത് കൊണ്ടും കൂടിയൊക്കെയാണ് സിനിമയെക്കുറിച്ച് അധികം ചർച്ചകൾ നടക്കാത്തത്. പക്ഷേ ടെലിവിഷൻ്റെ കാര്യത്തിൽ അതല്ല. അത് നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് ഇങ്ങോട്ട് നമ്മുടെ പോലും അനുവാദം കാത്തു നിൽക്കാതെ കടന്നു വരികയാണ്. അപ്പോൾ അവിടെ അതിൻ്റെ സൃഷ്ടിതാക്കൾ വലിയ ഉത്തരവാദിത്വം പാലിക്കേണ്ടതുണ്ട്.